ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സ് ആയിട്ടാണ്. അതായത് നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാനുള്ള, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മധുരമുള്ള ഒരു സ്നാക്ക്. അട കണ്ടിട്ടുണ്ടല്ലോ, കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അട, അതിലൊരു വേറെ ഓട്ടട. സാധാരണ ഓട്ടടയൊക്കെ ഇല വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറ്. എന്നാൽ ഇല ഇല്ലാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പാകത്തിന് ഇല ഇല്ലാത്തൊരു ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഈ മാവ് കുറച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ട്, അട ഉണ്ടാക്കുന്ന മാവ്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് നാളികേരം, ഏലക്കായ ഒക്കെ വെച്ചിട്ടുണ്ട്. ശർക്കര എടുത്തിട്ടുണ്ട്, ശർക്കര പാനിലിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു, പാകത്തിന് വെള്ളം ഒഴിച്ചു. അത് തിളച്ച് വന്നിട്ട് നല്ലോണം ഉരുകി അതൊരു പാകമാവണം. പാവിൻ്റെ അട ഉണ്ടാക്കണ പോലെ തന്നെ എല്ലാവർക്കും അറിയണതല്ലേ അട ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ആ ഒരു ചെറിയ നൂൽപ്പാകം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാകം വന്നിടുമ്പോൾ അതിലേക്ക് ഏലക്കായ ഇട്ടു. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, താല്പര്യമില്ലാത്തവർക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഏലക്കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഒന്നുകൂടി വറ്റാനുണ്ട് വെള്ളം. അങ്ങനെ വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ശർക്കര, നാളികേരം ഇട്ട് കഴിഞ്ഞാൽ നല്ല അങ്ങനെ പാകമായിട്ട് വരും. അല്ലെങ്കിൽ കുഴഞ്ഞ് വെള്ളം ഇതായിട്ട് വരും. അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റി വരട്ടെ. അത് പാകമായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടുതലാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആ പാനിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അത് നല്ലോണം വലിഞ്ഞു വരും. അപ്പോൾ അതവിടെ നിന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടായി വരുമ്പോൾ ഈ മാവ് പാനിലേക്ക് ഒഴിക്കും. നമ്മൾ ദോശയ്ക്കൊക്കെ ഒഴിക്കുന്ന പോലെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒഴിച്ച് ഇങ്ങോട്ട് ചൂടായ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ പാകം വരുമല്ലോ. അപ്പോൾ ആ ഒരു പാകം വരുമ്പോൾ നമ്മളത് ഫില്ലിങ് അതിൽ വെച്ചു. ഈ സൈഡിലേക്ക് ശർക്കരയും നാളികേരമൊക്കെ ഉള്ള കൂട്ട് വെച്ചു. എന്നിട്ട് ഒരു സൈഡ് ഇങ്ങോട്ട് മടക്കി ഈ വക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് തുറന്നു പോയി. അപ്പോൾ വക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം മറിച്ചിടുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല പാകമായിട്ട് വരും. അത് നല്ലൊരു അട. അപ്പോൾ ഇല ഇല്ലെങ്കിൽ നമുക്ക് അട കഴിക്കണം എന്നുണ്ടെങ്കിൽ, ഓട്ടട കഴിക്കണം തോന്നുകയാണെങ്കിൽ ഓട്ടട ഉണ്ടാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണി. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കൂ. കമൻറ്റ് ചെയ്യൂ കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. താങ്ക് യു.